സിബി മലയിൽ സംവിധായകൻ ടെലിഫോൺ ലൈനിലുണ്ട്. സിബി മലയിൽ ഇന്ന് ബി ഉണ്ണികൃഷ്ണനാണ് പറഞ്ഞത് 20 അംഗങ്ങൾ സമീപിച്ചു, തന്നെ ഫെഫ്കയെ സമീപിച്ചു കഴിഞ്ഞു. ഒരു ട്രേഡ് യൂണിയനായി അമ്മയെ രജിസ്റ്റർ ചെയ്യണം, അമ്മയെ അങ്ങനെ മാറ്റണം എന്ന തരത്തിൽ. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടോ? ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് സംസാരിച്ചിരുന്ന വിഷയം അതൊരു ഫെഫ്കയുടെ ഭാഗമാകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി അല്ല സമീപിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ട്രേഡ് യൂണിയൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ എത്തിയത്. അപ്പോൾ അവര് അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് ഒരു സംഘടന രൂപപ്പെട്ടാൽ ഭാവിയിൽ ഫെഫ്കയുടെ ഭാഗമാകാനുള്ള സാധ്യതകളെ കുറിച്ച് ആലോചിക്കേണ്ട ഘട്ടത്തിൽ ആലോചിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ജനറൽ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ മാത്രമായിട്ട് എടുക്കാവുന്ന തീരുമാനവുമല്ല. ജനറൽ കൗൺസിലിലേക്ക് പോയി ജനറൽ കൗൺസിൽ 21 അംഗസംഘടനകൾ ചേർന്ന് ജനറൽ കൗൺസിലാണ് അത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം ഇപ്പോൾ ആയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് പരിഗണിക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ മാത്രമേ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയുള്ളൂ. ഈ ഫെഫ്കയെ സമീപിച്ചത് നേരത്തെ സ്ഥാനമൊഴിഞ്ഞ അമ്മയുടെ ഭാരവാഹികളാണോ? ഭാരവാഹികളല്ല, അതിലെ ചില അംഗങ്ങളാണ്. ഭാരവാഹികളല്ലാത്ത അംഗങ്ങളാണല്ലേ? എല്ലാവരും അധികം ആൾക്കാരില്ല. അത് വളരെ കുറച്ച് ആൾക്കാരാണ് വന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവുമായിട്ട്. അത് ജനറൽ സെക്രട്ടറിയായിട്ട് മാത്രം നേരിട്ട് കാണുകയായിരുന്നു. അദ്ദേഹത്തെയാണ് അവർ സമീപിച്ചത്. അദ്ദേഹം അവരോട് പറഞ്ഞതായിട്ട് എനിക്ക് കിട്ടിയ അറിവ്, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് അത് രൂപീകരിച്ച ശേഷം അതിന്റെ ഭാരവാഹികൾ ആരാണ്, അതിലംഗങ്ങൾ ആരാണ് എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ചയുടെ സാഹചര്യത്തിലെത്തുമ്പോൾ ഫെഫ്ക തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അമ്മ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് അതിനെ മാറ്റുക എന്നതായിരിക്കും അവർ ലക്ഷ്യം, അല്ലേ? അങ്ങനെ സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. കാരണം ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ട്രേഡ് യൂണിയനിലേക്ക് വരാൻ സാധ്യമാകുകയില്ല. അപ്പോൾ മാക്ട അങ്ങനെയായിരുന്നു. മാക്ട ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിരുന്നു. പക്ഷെ മാക്ട വീണ്ടും ഒരു ട്രേഡ് യൂണിയനായിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആദ്യത്തെ മാക്ട ഫെഡറേഷൻ രൂപീകരിച്ചു. പക്ഷെ പിന്നീടാണ് ഫെഫ്കെ എന്ന് പറയുന്ന പുതിയ സംഘടന രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടൊരു ട്രേഡ് യൂണിയനിലേക്ക് എത്താൻ കഴിയുകയില്ല. അത് പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ട പുതിയ സംഘടനയായി തന്നെ വരേണ്ടി വരും, അല്ലേ? അതെ, അങ്ങനെ ഒരു പുതിയ എൻറ്റിറ്റി ആയിട്ട് വരേണ്ടി വരും. ട്രേഡ് യൂണിയൻ നിയമപ്രകാരമുള്ള അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ കഴിയുള്ളൂ. അതാവുമ്പോൾ അമ്മയിലൊരു ഭിന്നതയുണ്ട് ഈ വിഷയത്തിൽ എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഭിന്നതയെന്ന് പറയാൻ കഴിയില്ല. ഒരു അമ്മ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ചില പരിമിതികളുണ്ട്, ചില പരിധികളുണ്ട്. പ്രത്യേകിച്ചും തൊഴിൽ തർക്കങ്ങൾ, സാമ്പത്തിക മായിട്ടുള്ള വ്യവഹാരങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, അതൊക്കെ പരിഹരിക്കാൻ പക്ഷേ അവർക്ക് പരിമിതികളുണ്ട്. മുമ്പ് മാക്ട എന്ന സാംസ്കാരിക സംഘടനയ്ക്കും അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്ന പരിമിതികൾ. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മളൊരു ട്രേഡ് യൂണിയനിലേക്ക് ചലച്ചിത്ര തൊഴിലാളികൾ, സാങ്കേതിക പ്രവർത്തനമുള്ള തൊഴിലാളികൾ ഒരു സംഘടന രൂപീകരിച്ചത്. അത്തരമൊരു ആവശ്യം ഇപ്പോൾ അവർക്ക് നേരിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ആലോചനകൾ ആയിട്ട് അവർ മുന്നോട്ട് വരുന്നത്. അതൊരു പിളർപ്പാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു പിളർപ്പെന്ന് അതിനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു 20ഓളം ആളുകൾ ഈ ഔദ്യോഗികമായ ഭാരവാഹികളുടെ സാന്നിധ്യമില്ലാതെ അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പിളർപ്പായി കാണരുതോ ശ്രീ സിബി മലയിൽ? അതിനൊരു ഔദ്യോഗികമായ ഒരു പിന്തുണ ഇല്ല എന്നുള്ളത് വാസ്തവമാകാം. പക്ഷെ അതൊരു എന്താണ് എന്തെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ശരി.